ടു ഷാബിയാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുടി വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും രക്തശുദ്ധിക്കും ഒക്കെ ഈ ലഡു ദിവസം ഓരോന്ന് വീതം കഴിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ലഡു എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഫ്ലാക്സ് സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലാക്സ് സീഡ് അഥവാ മലയാളത്തിൽ ഇതിനെ അറിയപ്പെടുന്നത് ചണവിത്ത് എന്നാണ്. പല പല രോഗങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണ് ഈ ഫ്ലാക്സ് സീഡ്സ്. വെയിറ്റ് ലോസിന് വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ ഈ ഒരു ലഡു വെയിറ്റ് ലോസിന് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. കൃത്യമായ അളവിൽ കഴിച്ചാൽ കൊണ്ട് തടി കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും. ശരീരത്തിന് ആവശ്യമായ ഫൈബറുകളും നിറഞ്ഞ ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ്. ഇതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങളെ തടയാനും ഫ്ലാക്സ് സീഡ്സ് സഹായിക്കുന്നുണ്ട്. മീൻ കഴിക്കാത്തവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ലഭിക്കാനുള്ള നല്ലൊരു വഴിയാണ് ഫ്ലാക്സ് സീഡ് ലഡു ഒക്കെ കഴിക്കുന്നത്. ദിവസവും 15 മുതൽ 30 ഗ്രാം വരെ ഫ്ലാക്സ് സീഡ്സ് ശരീരത്തിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഗുണം ലഭിക്കത്തുള്ളൂ. നല്ലപോലെ എണ്ണ ഇറങ്ങുന്ന സീഡ്സ് ആണിത്. അപ്പോൾ ഇത് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ലഡു ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ ഫ്ലാക്സ് സീഡ്സിൽ നിന്ന് ഇറങ്ങുന്ന എണ്ണ കൊണ്ടാണ് നമ്മൾ ഈ ലഡു തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നല്ലതുപോലെ എണ്ണ ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സ് മാറ്റി കൊടുക്കാം. ഫ്ലാക്സ് സീഡ്സ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നട്ട്സിൽ തന്നെ ഏറ്റവും ആരോഗ്യം നൽകുന്ന ഒന്നാണ് ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം. ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറെ നല്ലതാണ്. ചീത്ത കൊളസ്ട്രോളിനെ അകറ്റി നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ബദാം. കൊളസ്ട്രോൾ പ്രശ്നമുള്ളവരൊക്കെ ഇത് മിതമായ അളവിൽ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ലിവർ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ഡെയിലി കഴിക്കാവുന്നതാണ്. ലിവറിലെ ടോക്സിക്കുകളെ നീക്കം ചെയ്ത് ലിവർ ശുദ്ധീകരിക്കുന്നു. ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ് ബദാം. അപ്പോൾ നമ്മൾ ഈ ലഡു തയ്യാറാക്കാൻ ഇങ്ങനെ നല്ല നല്ല സീഡ്സും നട്ട്സും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബദാം ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലാക്സ് സീഡ്സിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്ലാക്സ് സീഡ്സും ബദാമും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ആദ്യത്തെ ബാച്ചാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട്. നല്ല എണ്ണമയമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ബാച്ചും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടി പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി വെള്ള എള്ള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ള എള്ളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എള്ള് പലതരത്തിലുണ്ട്. പക്ഷെ ഞാനിവിടെ ഈ ലഡു തയ്യാറാക്കാനെ കൊണ്ട് കറുത്ത എള്ളും വെള്ള എള്ളുമാണ് ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് എള്ള്. ക്യാൻസറിനെ ചെറിയ തോതിൽ ചെറുക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ വെള്ളയെള്ളും കറുത്തയെള്ളും. വാതരോഗത്തിനും അൾസറിനും ഒക്കെ നല്ലൊരു മരുന്ന് കൂടിയാണ് ഈ എള്ള്. സൗന്ദര്യം വർദ്ധിക്കുവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എള്ള് ഉപയോഗിക്കാവുന്നതാണ്. നല്ല റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. എള്ള് കഴിക്കുന്നത് ബുദ്ധി വളർച്ചയ്ക്കും നല്ലത് കൂടിയാണ്. കഫക്കെട്ടൊക്കെ മാറാനെ കൊണ്ടും എള്ള് നല്ലതാണ്. എള്ളിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ് എള്ള് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ എള്ള് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളയെള്ള് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് കറുത്ത എള്ളും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞരമ്പിനെ പുഷ്ടിപ്പെടുത്താനൊക്കെ നല്ലത് തന്നെയാണ് ഈ എള്ള്.
പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഈ എള്ള്. ദിവസേന എള്ള് കഴിച്ചാലെ കൊണ്ട് സ്വരമാധുര്യം ഉണ്ടാവും. എള്ള് കഴിക്കുമ്പോൾ മുടിക്ക് മിനുസവും കറുപ്പ് നിറവും ലഭിക്കുന്നതാണ്. വായിലെയും തൊണ്ടയിലെയും അസുഖങ്ങൾക്ക് എള്ളൊരു പ്രതിവിധി കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ കറുത്ത എള്ളും റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ കറുത്ത എള്ള് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളയെള്ളും കറുത്ത എള്ളും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ബാച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ രണ്ടാമത്തെ ബാച്ചും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി ഇരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 400 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര എല്ലാം ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ആദ്യമേ തന്നെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മറ്റൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡിൻ്റെ പൊടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ തിളച്ച് വന്നിരിക്കുന്ന ശർക്കരപ്പാനിയിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് തയ്യാറായി കിട്ടിയായിരുന്നു. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറു ചൂടോടെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ഉരുട്ടിയെടുക്കാനെ കൊണ്ട്. ഫ്ലാക്സ് സീഡ്സിൽ നിന്ന് ഇറങ്ങുന്ന എണ്ണ തന്നെ മതി നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ലഡുവും ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മുടി വളർച്ചയ്ക്കും വെയിറ്റ് ലോസിനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണിത്. നല്ല റിസൾട്ട്സ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ലഡു ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.